നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് അന്തരിച്ച ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് ക്രിസ്ത്യാനികളെ നെഞ്ചോട് ചേർത്തത്? അതിനൊരു കാരണമുണ്ട്. ഖാബൂസ് ബിൻ സയ്യിദ് ഒമാന്റെ ഭരണാധികാരി, അദ്ദേഹം ആ ഒരു രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ അവിടെ ഒരു ആശുപത്രിയും 3 ചെറിയ സ്കൂളുകളും കേവലം 8 കിലോമീറ്റർ മാത്രം ടാർ ചെയ്ത റോഡും മാത്രമാണ് ഉണ്ടായിരുന്നത്. 1970 അദ്ദേഹം അവിടുത്തെ അധികാരം ഏൽക്കുന്നത്. അൽ ഹുസൈദി രാജവംശത്തിലെ പിൻതലമുറക്കാരനായ സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് അധികാരത്തിലേറുമ്പോൾ അദ്ദേഹത്തിന് വെറും 30 വയസ്സാണ്. ഇത് 49 വർഷം പിന്നിട്ട് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുമ്പോൾ ഒമാൻ എന്ന രാജ്യം എല്ലാ മേഖലകളിലും അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായിരിക്കുന്നത്. സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിൻ്റെ ദീർഘകാല വീക്ഷണവും ഭരണപാഠവും അത് എവിടെയും പ്രകീർത്തിക്കപ്പെടുന്ന ഒന്നാണ്. തൻ്റെ പിതാവായ സയ്യിദ് ബിൻ തൈമൂറിൽ നിന്ന് അധികാരം ഏറ്റെടുത്ത ശേഷം സലാലയിൽ നിന്ന് മസ്കത്തിലെ ബൈത്ത് അൽ ഫലാജ് വിമാനത്താവളത്തിലെത്തിയ ആ യുവ ഭരണാധികാരിയായ സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് ആദ്യം രാജ്യത്തിന് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്ന നാമകരണം ചെയ്യുകയാണുണ്ടായത്. പഴയ പേര് മസ്കത്ത് ആൻഡ് ഒമാൻ എന്നായിരുന്നു. പിന്നീട് സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് ഒമാൻ റേഡിയോയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ഒമാൻ വിട്ടു പോയവരെയെല്ലാം മടങ്ങി വരണം എന്നുള്ള അഭ്യർത്ഥന അദ്ദേഹം നടത്തി. രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഓരോ വ്യക്തിയും പങ്കാളിയാകണമെന്ന് അദ്ദേഹം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു. 70കളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തി വന്നിരുന്ന ഒരു ആശുപത്രിയും 3 സ്കൂളുകളും മൈത്രയ്ക്കും മസ്തകത്തിനുമിടയിൽ ഏതാനും കിലോമീറ്റർ ടാർ റോഡും മാത്രമായിരുന്നു ഒമാന്റെ ആകെയുള്ള സമ്പാദ്യം. മഹാരാഷ്ട്ര വിമാനത്താവളം, സുൽത്താൻ ഖാബൂസ് തുറമുഖവും ഒരു വിദേശ കമ്പനിക്ക് കരാർ നൽകിക്കൊണ്ട് ഒമാനിലെ ആദ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. പിന്നീട് ഭിന്നിച്ചു നിന്നിരുന്ന വംശങ്ങളെയും പ്രവിശ്യകളെയും ഒരുമയുടെ മാർഗത്തിൽ അദ്ദേഹം നിരന്തരമായ ചർച്ചകളിലൂടെ ഇണക്കി ചേർത്തു എന്നുള്ളതാണ്. ഒരു ഭരണാധികാരി അവിടെ വിജയിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പട്ടിണിയിലും അജ്ഞതയിലുമായിരുന്ന ഒരു വലിയ ജനതയെ നയിക്കാനാണ് സുൽത്താൻ ഖാബൂസ് അവിടെ നിയുക്തനായത്. അദ്ദേഹത്തിൻ്റെ ആ ജോലി, അദ്ദേഹത്തിൻ്റെ ആ കടമ കൃത്യമായി നിർവഹിച്ചതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് കാണുന്ന ഒമാൻ. തൻ്റെ വ്യക്തിപരമായ എല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒമാൻ ജനതയെയും ഒമാനെയും ജീവിതത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പാത തുറന്നു കൊടുത്തത് അദ്ദേഹമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഏൽക്കേണ്ടി വന്ന വെല്ലുവിളികൾ അത് ചെറുതൊന്നുമായിരുന്നില്ല. 30കാരനായ സുൽത്താൻ ഖാബൂസ് തൻ്റെ യാത്ര ആരംഭിച്ചത് അതിസാഹസികമായി തന്നെയാണ്. 3 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒമാൻ ഗൾഫ് രാജ്യങ്ങളിൽ ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ 2ാം സ്ഥാനത്താണ്. ഭൂമിശാസ്ത്രപരമായി ഒരു ഭാഗത്ത് കൂറ്റൻ മലനിരകൾ, ഒരു ഭാഗത്ത് കിലോമീറ്ററുകൾ നീളമുള്ള കടൽ തീരങ്ങൾ, മറുഭാഗത്ത് പരന്നു കിടക്കുന്ന മരുഭൂമി, ഇതെല്ലാം ഒമാന് മാത്രം സ്വന്തമായുള്ളതാണ്. ഈ ഭൂപ്രകൃതി ഒമാന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ രീതിയിൽ പ്രയോജനമുണ്ടാകുമെന്ന് കണ്ടെത്തിയതും അദ്ദേഹം തന്നെയാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ മികവ് കാണാനും സാധിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, ശാസ്ത്ര സാങ്കേതിക രംഗം എന്നീ മേഖലകളിൽ വളരെ സൂക്ഷ്മതയോടെ അദ്ദേഹം കാര്യങ്ങൾ നീക്കി. ദീർഘകാല വീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ വലിയ ഗുണമാണ് ഒമാനിൽ ചെയ്തത്. 1976 ഒമാനിലെ ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കി. സാമ്പത്തിക സ്രോതസ്സുകൾ ക്രമപ്പെടുത്തുക, നിക്ഷേപങ്ങൾ തിട്ടപ്പെടുത്തുക, ജലവിഭവങ്ങൾ സംരക്ഷിക്കുക, സ്വദേശി മാനവ വിഭവശേഷി പരിപോഷിക്കുക, രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നിവയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ആദ്യ പഞ്ചവത്സര പദ്ധതിയിൽ ഒമാൻ സമ്പദ് വ്യവസ്ഥ ശക്തമാക്കുകയാണ് ഉണ്ടായത്. പിന്നീട് 1995 ഒമാനിലെ സാമ്പത്തിക സാമൂഹിക വിഷയങ്ങളെ ലക്ഷ്യമാക്കി ഒമാൻ 2020 എന്ന 25 വർഷത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് ഉണ്ടായത്. 2020 ആയപ്പോഴേക്കും പദ്ധതിയിൽ ഊന്നൽ കൊടുത്തിരുന്ന വിഷയങ്ങളിൽ ഒമാൻ ലക്ഷ്യത്തിലെത്തിച്ചേർന്നു എന്നുള്ളത് സുൽത്താൻ്റെ ഏറ്റവും വലിയ നേട്ടമായി തന്നെ കണക്കാക്കപ്പെടുന്നു. മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെയായുള്ള ഒമാന്റെ ബന്ധങ്ങൾ വളരെ ഊഷ്മളമാണ്, പ്രത്യേകിച്ചും ഇന്ത്യയുമായി. ഒമാനും ഇന്ത്യയും തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധമാണ് ഉള്ളത്. 1956 തന്നെ ഇന്ത്യൻ കൗൺസുലേറ്റ് മസ്കത്തിൽ സ്ഥാപിതമായിരുന്നു. ഒമാന്റെ ദേശീയ ആഭ്യന്തര സുരക്ഷ വളരെയധികം പ്രശംസനീയമാണ് എന്നുള്ളതാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശീലനവും സാമഗ്രികളും ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷയുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിൽ ഈ ഭരണാധികാരി ചെലുത്തിയ ശ്രദ്ധ അത് ലോകശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. വിദേശികളുടെയും ഒമാനിലെ സ്ഥിരതാമസക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഒമാൻ ഭരണകൂടം പ്രാധാന്യം നൽകുകയാണ് ഉണ്ടായത്. തൊഴിലാളി സംഘടനകളും ഒമാനിൽ സജീവമാണ്. 2008 മനുഷ്യാവകാശ കമ്മീഷൻ ഒമാനിൽ നിലവിൽ വന്നു.
പ്രയത്നങ്ങൾക്കും സമർപ്പണത്തിനും ഉദാഹരണമായി അത് മാറുകയും ചെയ്തു. പൗരന്മാർക്ക് മാതൃകയായി അവരുടെ ഭരണാധികാരി നിലകൊണ്ടു എന്നുള്ളത് വിസ്മരിക്കാനാകാത്ത ഒരു കാര്യം. ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കിയ വർഷങ്ങളാണ് പിന്നീട് കടന്നുപോയത്. ഒമാനി ജനത അത് മനസ്സ് തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്.